നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്ന് ഇപ്പോഴുള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലമാണ്. ഒറ്റപ്പാലം എന്നൊരു ദേശത്തെക്കുറിച്ച് പ്രത്യേകിച്ച് മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒറ്റപ്പാലത്തെത്തുമ്പോൾ ഏകദേശം 13 പരം വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ മറ്റുള്ള മേഖലകളിൽ നിന്നും വിജയം കൈവരിക്കാത്ത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തിത്വത്തെ നമ്മൾ കണ്ടിട്ടില്ല. ഏതൊരു മേഖല എടുത്താലും ഏകദേശം 33 വയസ്സുള്ള ഒരു വ്യക്തിത്വം. അദ്ദേഹം തൻ്റെ കരിയർ പടുത്തുയർത്തിയത് വളരെ അഭിമാനത്തോടു കൂടി കാണാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്രയും വർഷത്തെ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഈ ഒരു മേഖലയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചു. പറഞ്ഞു വരുന്നത് പാലക്കാട് ഒറ്റപ്പാലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൃഷ്ണൻകുട്ടി ആൻഡ് സൺസ് ആയുർവേദ പച്ചമരുന്ന് ഷോപ്പും അതുപോലെ തന്നെ പൂജാദ്രവ്യങ്ങളുടെ ഒരു കലവറ കൂടിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു പ്രസ്ഥാനം ഈ ഒരു വിജയത്തിലെത്തി നിൽക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തനങ്ങളും പ്രത്യേകതകളും അദ്ദേഹം വന്ന ആ ഒരു വഴികളുമൊക്കെ നമുക്ക് അല്പസമയം പങ്കുവെക്കാം. വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം കൃഷ്ണൻകുട്ടി ആൻഡ് സൺസിൻ്റെ മാനേജിംഗ് ഡയറക്ടറും അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ജീവിതത്തിലെ ഒരു സക്സസ് നേടിയെടുത്ത ഒരു വ്യക്തിത്വം കൂടിയായിട്ടുള്ള ശ്രീജിത്ത് സാറാണ് വിരുന്നിൻ്റെ ഇന്നത്തെ അതിഥി. ലോകമെമ്പാടുമുള്ള വിരുന്നിൻ്റെ പ്രേക്ഷകർക്ക് അദ്ദേഹത്തിൻ്റെ ഒരു അല്പസമയം, തിരക്ക് പിടിച്ച ലൈഫാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു അല്പസമയം വിരുന്നിൻ്റെ പ്രേക്ഷകർക്കും വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. വളരെ സ്നേഹത്തോടു കൂടി ആദരവോടുകൂടി തന്നെ സ്വാഗതം ചെയ്യാം ശ്രീജിത്ത് സാറിനെ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. സാർ, ആദ്യം തന്നെ വളരെയധികം സന്തോഷം തോന്നുന്നു. ഏകദേശം 33 വയസ്സ് വരെ ആയിട്ടുള്ള താങ്കൾ ഈ ഒരു വയസ്സിനുള്ളിൽ തന്നെ, അതും ഒരു 13 വർഷത്തെ കാലയളവ്, ഈ ഒരു ഇത്രയും വർഷത്തെ ആ ഒരു ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഈ ഒരു മേഖലയിലെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മാറാൻ താങ്കൾക്ക് കഴിഞ്ഞു. കാരണം കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ആയുർവേദ പച്ചമരുന്ന് ശൃംഖലയുടെ അറിയപ്പെടുന്ന ഒരു കേന്ദ്രമായി തന്നെ താങ്കളുടെ ഷോപ്പ് മാറിയിട്ടുണ്ട്. വളരെയധികം സന്തോഷം തോന്നുന്നു. ആദ്യം തന്നെ അതിനൊരു അഭിനന്ദനങ്ങൾ താങ്കളെ അറിയിക്കുന്നു. എങ്ങനെയായിരുന്നു ഈ ഒരു മേഖലയിലേക്കുള്ള താങ്കളുടെ തുടക്കം? ആ ആദ്യകാല ഓർമ്മകളിലേക്കൊന്ന് പോയാൽ എന്തൊക്കെയാണ് പറയാനുള്ളത്? അച്ഛനൊരു പച്ചക്കറി വ്യാപാരിയായിരുന്നു. ഓക്കെ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛനൊരു ആയുർവേദ ഷോപ്പ് കടയായിരുന്നു. അവര് പണ്ടുള്ള ആൾക്കാർ, ഒരു 60 വർഷം പാരമ്പര്യമുള്ള ആൾക്കാർ അത് നിർത്താൻ പോവായിരുന്നു. അങ്ങനെ അത് നമ്മൾ ഈ പച്ചക്കറിക്ക് വേണ്ടി എടുത്തതാണ്, ആ ഷോപ്പ് എടുത്തതാണ്. പിന്നെ അത് എനിക്ക് ഒരു ആശയം, നമുക്കത് ഈ അങ്ങാടി പെരുന്നാൾ ചെയ്താലോ എന്നൊരു മനസ്സിൽ തോന്നി. ആ വ്യക്തിയോട് ചോദിച്ചു എങ്ങനെയാണ് ഇതിൻ്റെ. അപ്പോൾ നമ്മുടെ സാമ്പത്തിക മോശമാണ്, എന്നാലും ചെയ്ത കച്ചവടം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒപ്പം നിൽക്കാം. അദ്ദേഹം നമ്മളൊരു അച്ഛൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അങ്ങനെ നമ്മളത് അദ്ദേഹത്തെ കൂട്ടി ഒപ്പം നിന്നു. നമ്മളത് ഫണ്ടൊക്കെ ഇറക്കി നമ്മൾ നന്നായി ചെയ്തു. പിന്നെ നമ്മളത് ഫുള്ളായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഓരോ മരുന്നും നല്ല ഹാർഡ് വർക്ക്. സാധാരണ ഇപ്പം എന്താ, നമ്മൾ ഒരു സിനിമ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, ഓൺലി ബിസിനസ് അങ്ങനെ ആ ഒരു ജീവിതത്തിലേക്ക് ഇറങ്ങി ഫുള്ളായി അതിലേക്ക് തന്നെ മൈൻഡ് വെക്കും. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല അറിയപ്പെടുന്ന ഒരാളെ എല്ലാവർക്കും, നമ്മുടെ കസ്റ്റമേഴ്സ് ആയാലും എല്ലാവർക്കും നമ്മുടെ സാധനങ്ങൾ, പിന്നെ എപ്പോൾ വന്നാൽ എല്ലാ സാധനവും ഇപ്പം കിട്ടും. അത് കാരണം എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട ഒരു കേന്ദ്രം ഷോപ്പായി മാറി. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ സെൻറ്ററിലേക്ക് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ അതൊരു നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയൊരു അങ്ങാടിക്കട അല്ലെങ്കിൽ ഒരു പച്ചമരുന്ന് ഷോപ്പ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അവിടെ കിട്ടാത്ത ഒരു ഐറ്റംസുമില്ല ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പൂജ പിന്നെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായാലും, അല്ലെങ്കിൽ ഒരു കഷായ കൂട്ടുകളായാലും, അല്ലെങ്കിൽ അതിന് വേണ്ട ഐറ്റംസുകളായാലും, മറ്റുള്ള എല്ലാവിധ ഒരു സൂപ്പർ ഷോപ്പാണത്. എങ്ങനെയാണ് ആ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലേക്ക് എത്തിയത്? നേരത്തെ നമ്മളെ കസ്റ്റമർ, അതായത് ആൾക്കാർ എന്താണോ ആവശ്യപ്പെടുന്നത് അത് നമ്മൾ ഓരോ ആൾക്കാരും ശ്രദ്ധിക്കപ്പെടുന്നത് അവരെ വർത്താൽ നിന്ന് മനസ്സിലാക്കി അവർക്ക് ആവശ്യമായ ഓരോ പ്രൊഡക്റ്റും കൊടുന്ന് വെച്ച് അങ്ങനെ നമ്മൾക്കത് കസ്റ്റമറാണ്. നമ്മൾ നമ്മളിൽ വരുന്ന ആൾക്കാർ നമ്മളെ മരുന്നുകൾ കൊണ്ടുപോയിട്ടും പിന്നെ പൂജാ സാധനങ്ങളായാലും എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. അപ്പം നമുക്കത് ഓൾറെഡി സന്തോഷമാവും. അപ്പം നമുക്ക് ഇനിയും നല്ലൊരു ചിന്ത ഉണ്ടാവും. നമ്മളെല്ലാം A to Z, അതായത് ഒരു വീട്ടിലേക്ക് പൂജാവശ്യങ്ങൾ എന്താണോ വരുന്നത് വേറെ അതിന് പുറത്തു വരും എല്ലാം നമ്മളവിടെ കൊടുത്തു വയ്ക്കും.
മരുന്നുകളായാലും എല്ലാ മരുന്നും നമ്മുടെ അടുത്ത് ഉണ്ടാവും. നമ്മുടെ ഷോപ്പിൽ വന്ന ഒരാള് വേറെ ഷോപ്പ് അന്വേഷിച്ച് പോകാൻ പാടില്ല. എല്ലാ മരുന്നും അതപ്പോൾ എന്തെങ്കിലും മരുന്ന് ചില എപ്പോഴും സീസൺ വ്യത്യാസം ഉണ്ടാവും. ചില മരുന്ന് എപ്പോഴും കിട്ടില്ല. അപ്പോൾ ചില മരുന്ന് വല്ലതും എടുത്ത് വെക്കാൻ പറ്റില്ല. അപ്പം നമ്മളത് കാര്യം ചെയ്ത് കൊടുക്കും. പിന്നെ ആ കസ്റ്റമർ വേറെ എങ്ങോട്ടും പോകില്ല, നമ്മുടെ കൂടെ തന്നെ. ഓക്കെ, ഇപ്പോൾ പ്രധാനമായും നമ്മളിപ്പം പെട്ടെന്ന് നമ്മളുടെ ആ ഒരു ചോദ്യത്തിലേക്ക് എത്തുവാണെങ്കിൽ പ്രധാനമായും നമ്മളുടെ സെന്ററിൽ നിന്ന് ലഭ്യമാകുന്ന ആ പ്രൊഡക്റ്റുകൾ എന്തൊക്കെ തരത്തിലുള്ള ഐറ്റംസുകൾ നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ താങ്കളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും? നമ്മളിപ്പോൾ ഉദാഹരണത്തിന് അങ്ങാടി മരുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ആയുർവേദത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ്? നമ്മളെ കിരിയാത്ത, ഏറ്റവും കൂടുതൽ ഷുഗറിനൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നത് കിരിയാത്ത, ഏകനായകം, വേങ്ങാക്കാതല്, കുമിഴ്, കൂവളം, പാതിരി, പയ്യാന, ഊരില, മൂല, കുറുന്തോട്ടി, പിന്നെ ചിറ്റേന്തൽ, പിന്നെ അങ്ങനെ അമുക്കുരം, നായക്കൊന്നപ്പരിപ്പ്, പിന്നെ ദേവതാരം, ലന്തക്കുരു, അങ്ങനെ എന്നെ തീരില്ല. ഒരു 10,000-3000 ഐറ്റം നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. എല്ലാം വരുന്നത് 3000 ഐറ്റത്തിന് മുകളിൽ പോകും. ഇപ്പോൾ ഒരു വൈദ്യനായാലും ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആയുർവേദ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളാണ് നമ്മുടെ ഗസ്റ്റായിട്ട് വരുന്നത്. ഇപ്പം നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഇപ്പം ആയുർവേദ ഡോക്ടേഴ്സ് ആയാലും വൈദ്യന്മാരായാലും ഗുരുക്കന്മാരായാലും ഉണ്ട്. അവർക്ക് ഇപ്പോൾ ഒരു മരുന്ന് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ പ്രൊഡക്റ്റുകളും അല്ലെങ്കിൽ ആ പച്ചമരുന്നുകളായാലും അങ്ങാടി മരുന്നുകളാണ് നമ്മുടെ സെന്ററിലുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പം നമ്മുടെ സെന്ററിലേക്ക് കാണുന്ന ഷോപ്പല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതും മേലെ നമുക്കൊരു 1000 സ്ക്വയർ ഫീറ്റിൽ 2 ഗോഡൗൺ വേറെ ഉണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു 1500 സ്ക്വയർ ഫീറ്റ് വേറെ, അതിലും വേറെ സ്റ്റോക്ക് ഉണ്ട്. എന്നും ഇതാണ്. പിന്നെ എല്ലാ സാധനം ഇപ്പം കിട്ടും. ഒരു ടൈം അല്ലെങ്കിൽ 4 ദിവസം 3 ദിവസത്തിനുള്ളിൽ എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്യും. നമ്മളുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന അറിയാം, നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന വൈദ്യന്മാരായാലും ഗുരുക്കന്മാരായാലും ഡോക്ടർമാരായാലും പ്രത്യേകിച്ച് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് മേഖലയിലുള്ളവർക്കെല്ലാം ഈ ഒരു സെന്ററിനെ കുറിച്ച് അറിയാം. എങ്കിലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഇവിടെ കിട്ടും. നിങ്ങൾ എന്ത് രോഗിക്ക് തയ്യാറാക്കുന്ന ഏത് മെഡിസിൻ തയ്യാറാക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള ആവശ്യമായിട്ടുള്ള എല്ലാവിധ പ്രൊഡക്റ്റുകളും നമ്മുടെ ഈ ഒരു സെന്ററിൽ ലഭ്യമാണ്. കാരണം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു മായിക ലോകം തന്നെ ഈ ഒരു ഷോപ്പിനകത്തുണ്ട്. അത് പുറമെ നിന്ന് കണ്ടാൽ മനസ്സിലാകത്തില്ല, അതിനുള്ളിൽ കയറണം. അത്രയ്ക്കും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് നമ്മുടെ ശ്രീ സാറിൻ്റെ സ്ഥാപനം. ഇനി സാർ നമ്മുടെ സെന്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അങ്ങാടി മരുന്നുകളുടെ അത് കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ പൂജാ മേഖലകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ തരത്തിലുള്ള പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ ഷോപ്പിലുണ്ട്? എല്ലാം എന്ത് ഭഗവത് സേവ, ഗണപതി ഹോമം, പിന്നെ തുള്ളല്, കിട്ടുന്ന സാധനങ്ങൾ, അങ്ങനെ എല്ലാ ഐറ്റംസും. ഹോമദ്രവ്യങ്ങളും ചമതകൾ, ആൾരൂപം, വെള്ളിയിലും സിൽവറിലും ഏതുവാണെങ്കിലും, സ്വർണത്തിലായാലും. പിന്നെ മറ്റുള്ള നമ്മുടെ സ്തൂപങ്ങൾ, അതുപോലെ തന്നെ ക്ലോത്തുകൾ, എല്ലാം പരിപൂർണമായിട്ടും കൃത്യമായിട്ടുള്ള രീതിയിൽ അത് ഷോ ചെയ്തിട്ടാണ് നമ്മുടെ സെന്ററിൽ ഇരിക്കുന്നത്. കസ്റ്റമേഴ്സ് വരുമ്പോൾ നമ്മൾ തമാശയിൽ പറയും, നിങ്ങൾ പൂജാരി മാത്രം ഉണ്ടാവില്ല, ബാക്കി എല്ലാം നമ്മുടെ എല്ലാം ഉണ്ട്. അതെ, പൂജാകർമ്മം ചെയ്യാൻ വേണ്ടി മാത്രം ആളില്ല, ബാക്കി പൂജാകർമ്മത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും നമ്മുടെ ഈ ഒരു ഷോപ്പിൽ ലഭ്യമാണ്. സർ, അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല, വളർന്നു വരുന്ന ബിസിനസ്സുകാർക്കും അതുപോലെ തന്നെ എന്ത് തൊഴിൽ അന്വേഷിക്കുന്ന യൂത്തന്മാർക്കും താങ്കളൊരു വലിയൊരു പാഠമാണ്, താങ്കളെ കണ്ടുപിടിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഈ ഒരു വിജയം സാധാരണ എല്ലാ മേഖലകളിലും കിട്ടുന്നില്ല. താങ്കളുടെ ഈ ഒരു വിജയത്തിൻ്റെ ഒരു രഹസ്യം എന്താണ്? രഹസ്യം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നന്നായിരിക്കുക. അതായത് നമ്മൾ ക്വാളിറ്റിയുള്ള മരുന്നുകൾ, ആൾക്കാർ ചോദിക്കുന്നത് നല്ല മരുന്നുകൾ കൊടുക്കുക, അവരെ സന്തോഷപ്പെടുത്തുക. അപ്പോൾ കസ്റ്റമർ വീണ്ടും വരും. അവർ 10 ആളെന്ന് പറയുമ്പോൾ നമുക്ക് 100 ആളുകൾ ഫലം ചെയ്യും. പിന്നെ നമ്മളിൽ നിന്ന് എടുക്കുന്ന മരുന്നുകളായാലും കുറേ ഫാർമസികൾ നമ്മൾ മരുന്നെടുക്കും. എടുത്തു പറയുകയാണെങ്കിൽ ഒറ്റപ്പാലത്ത് തന്നെ ശ്രീനാരായണ ഫാർമസി, നീള ആയുർവേദിക്, പിന്നെ തിരുവനന്തപുരം സോമതീരം, തൃശ്ശൂർ ആയുർവേദന്യ ഹോസ്പിറ്റല്, അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലും മരുന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരും പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന എല്ലാ വ്യക്തികളും നമ്പർ 1 മരുന്ന് മതിയായിരിക്കും. സാധാരണ ഒരു ക്വാളിറ്റി പക്ക, അതിനൊരു മാറ്റമില്ല. അവർക്ക് നിർബന്ധമാണ് എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി. സെക്കൻഡ് ക്വാളിറ്റി മരുന്ന് എല്ലാവരും ഉണ്ടാവും, പക്ഷെ അത് ആരും ഉപയോഗിക്കും, ചെറിയ ആൾക്കാരൊക്കെ. പക്ഷെ അതും അങ്ങനെ നമ്മൾ കഴിക്കാൻ എല്ലാവരും ഫസ്റ്റ് ക്വാളിറ്റി മരുന്ന്. നമുക്കും നിർബന്ധമാണ്
അത് ഫസ്റ്റ് ക്വാളിറ്റി കൊടുത്താലാണ്. കാരണം നമുക്ക് സെയിൽ കിട്ടുന്നുണ്ടെങ്കിൽ നല്ല പ്രൊഡക്റ്റ് പോകുമ്പോഴാണ് നമുക്കും അവർക്ക് വിൽക്കുമ്പോഴാണല്ലോ നമുക്കും റിസൾട്ട് കിട്ടുമ്പോഴാണ് നമ്മുടെ വീണ്ടും ആവശ്യപ്പെട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ മരുന്ന് നല്ലത് കൊടുക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ അത് അസുഖം മാറി എന്ന് പറയുമ്പോൾ ഡോക്ടർമാരെല്ലാം വിളിച്ചു പറയും നമുക്ക് ആ മരുന്ന് നന്നായിരുന്നു, നല്ല റിസൾട്ടാണ്, ഞങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നല്ല മരുന്നുകളായിരുന്നു നമുക്ക് കിട്ടുന്നുണ്ട്. അവർ സന്തോഷം നമ്മളെ വിളിച്ചു പറയുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ വിജയവും നമ്മുടെ ആ ഒരു സെൻറ്ററിൻ്റെ വിജയവും ഒക്കെ തന്നെ നമ്മൾ എങ്ങനെ എടുത്തെന്ന് പരിശോധിച്ചാലും അവരുടെ ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ സ്റ്റാഫുകളുടെ പ്രവർത്തനം വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഏകദേശം എത്ര സ്റ്റാഫുകളുണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? 17 സ്റ്റാഫുകളുണ്ട്. 17 സ്റ്റാഫുകൾ. ഞാൻ ഒരിക്കലും സ്റ്റാഫുകളായിട്ട് കണ്ടിട്ടില്ല, എല്ലാവരും നമ്മുടെ കൂടപ്പുറപ്പുകളായിട്ട് ഒരു കുടുംബം പോലെ മുന്നോട്ട്. നമ്മുടെ സെൻറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകളുടെയൊക്കെ എങ്ങനെയാണ് അത് നമ്മളിലേക്ക് എത്തുന്നത്? അതിൻ്റെ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടറി എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റായിട്ട് നമ്മുടെ കയ്യിലെത്തുന്നത്? ഏതൊക്കെ മേഖലകളിൽ കൂടിയാണ്? നമ്മൾ അങ്ങാടി മരുന്ന് എന്ന് പറയുമ്പോൾ കൊത്തുമരുന്നുകളുണ്ട്. നമ്മളെ ഈ ഭാഗത്ത് തന്നെ പെരുന്തൽമണ്ണ, കൊഴിഞ്ഞാമ്പാറ, പിന്നെ തിരുവില്ലാമല, പട്ടാമ്പി ഉൾപ്രദേശങ്ങളിൽ നമുക്ക് കളക്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. അവർ നമുക്ക് കൊണ്ടുവരും നാടൻ സാധനങ്ങൾ. ഇനി അതല്ലാതെ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന് അവിടെ നിന്നൊക്കെ അതർ മെഡിസിൻസ് വേറെ വരുന്നുണ്ട്. നമ്മുടെ ഈ കടുക്ക, ദേവദാര, അങ്ങനെ കുറെ മെഡിസിൻ കിട്ടും. ഇപ്പം മാഞ്ചി, വിഴാലരി അങ്ങനെയായിട്ടുള്ള പുറത്തുനിന്ന് കിട്ടും കൂടുതൽ കിട്ടാൻ. അപ്പം അങ്ങനെ ബൾക്കായിട്ട് നമുക്ക് അവിടെ നിന്നാണ് കൂടുതൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മളത് ബാംഗ്ലൂർ പോയി അല്ലെങ്കിൽ ഗുജറാത്ത് അവിടെ പോയി നമ്മൾ മരുന്നുകൾ നോക്കി കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് അടച്ചതിന് ശേഷം മരുന്ന് പാർസലാക്കിയതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് വരും. കാരണം അതിലും ഇങ്ങനെ ചേഞ്ച് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും സാധനം അവിടെ നിന്ന് പാക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തിരിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ക്വാളിറ്റി ഉറപ്പിക്കാൻ സാധിക്കും. നമ്മുടെ സെൻറ്ററിലേക്ക് ഒരു വൈദ്യൻ എത്തുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു രോഗിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കഷായത്തിന് വേണ്ട പ്രൊഡക്റ്റുകൾ വേണം എന്ന് പറഞ്ഞെത്തുകൾ ഏതൊക്കെ തരത്തിലുള്ള കഷായ പ്രൊഡക്റ്റുകൾക്ക് നമ്മുടെ സെൻറ്ററിൽ ഇപ്പോൾ ലഭ്യമാണ്? ഏതൊക്കെ തരം, എല്ലാ തരം നമ്മളടുത്ത് ഉണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എല്ലാ മരുന്നുകളും നമ്മളടുത്ത്. ഇനി അഥവാ എന്തെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ 4 ദിവസം 3 ദിവസം നമ്മളത് ആളെ വിട്ടിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ നമ്മളെ ഭാഗത്തില്ലാത്ത മരുന്നുകൾ ഉണ്ടാവും. ചില മരുന്ന് നമ്മൾ ഈ ഭാഗത്ത് കിട്ടി എവിടെ ആയാലും ഇത് കളക്ട് ചെയ്തിട്ട് കൊടുന്നു കൊടുക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. അത് ആൾക്കാർക്ക് അങ്ങനെ മാറണമല്ലോ നമ്മൾ എന്ത് കൊടുക്കുമ്പോഴും. പിന്നെ നമുക്ക് ഡോക്ടർമാർ എഴുതി വരും, അവർ വന്ന് പിന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതല്ല ഓരോ ചിലർ മരുന്ന് വേണം, ഇന്ന അസുഖത്തിന് മരുന്ന് വേണം പറഞ്ഞാൽ നമ്മൾ സഹസയോഗത്തിലുണ്ട്, നമ്മളത് നോക്കിയിട്ട് എടുത്തു കൊടുക്കും. അത് കറക്റ്റാണ്. സഹസയോഗം ബുക്കിലൊന്നും ഒരു മാറ്റം വരാറില്ല, കറക്റ്റായിട്ട് എടുത്തു കൊടുക്കും. അളവും കാര്യങ്ങളും നമുക്ക് അറിയുന്നതുകൊണ്ട്. പിന്നെ അഥവാ നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ഡോക്ടർ പ്രഭാകരൻ ഡോക്ടറുണ്ട്, രവീന്ദ്രൻ ഡോക്ടറുണ്ട്, ഫേമസ് ഡോക്ടറാണ്, പിന്നെ കവിത ഡോക്ടർ ഒറ്റപ്പാലം, അങ്ങനെ ഒരുപാട് ഡോക്ടർമാർ, തലപ്പള്ളി, ഷൈൻ മോഹൻ, ശ്രീകാന്ത് ഡോക്ടർ, അങ്ങനെ ഒരുപാട് ഡോക്ടർമാർ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളൊക്കെ അവരെ വിളിച്ച് ചോദിച്ചിട്ട് സാർ ഇത് എങ്ങനെ ചെയ്തിരിക്കേണ്ടത് അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ എടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ഒരു മരുന്ന് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണല്ലോ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനൊക്കെ സത്യത്തിൽ നമുക്കൊരു ഇതുണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്കതിനൊരു എക്സ്പയർ ഡേറ്റ്, നമ്മളിപ്പോൾ ഒരു പച്ചമരുന്നുകൾ വന്നു കഴിഞ്ഞാൽ അതിന് എത്ര സമയത്തിനുള്ളിൽ അതിൻ്റെ ഒരു പിന്നെ കാലാവധി നമുക്കത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും? പച്ചമരുന്ന് നമ്മൾ ബ്രഹ്മി, കഞ്ഞുണ്ണി, നീലാമരി, അങ്ങനെ പച്ചമരുന്ന്, ചെമ്പരത്തിയില, അങ്ങനെ കറുകാത, തറതാവില്, അങ്ങനെ കുറച്ച് മരുന്നുകളുണ്ട്. അതൊക്കെ 1-2 ദിവസം, കാരണം നമുക്ക് കളക്ട് ചെയ്ത് വരാൻ തന്നെ 1 ദിവസം പിടിക്കും. പിന്നെ അന്ന് തന്നെ ഇടിച്ച് പിന്നെ നീരെടുക്കുകയാണെങ്കിൽ ബെറ്ററാണ്. അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് കഞ്ഞുണ്ണിക്ക് പെട്ടെന്ന് വരും. കാരണം ബ്രഹ്മി ഒരാഴ്ച ഇരുന്ന് വരും, ഈ കഞ്ഞുണ്ണി പോലെ മരുന്നുകൾ പെട്ടെന്ന് വരും. മറ്റുള്ള മരുന്നുകളൊക്കെ 2-3 ദിവസം ഇരിക്കും. നമ്മൾ പെട്ടെന്ന് തന്നെ 1 ദിവസം ഇന്ന് നാളേക്ക് വലിയ ഓർഡർ എടുക്കുക. ചില ഫാർമസി 50 കിലോ 500 കിലോ ഇങ്ങനെ ഓർഡറുകളൊക്കെ വരും. അതൊക്കെ നമുക്ക് 1 ദിവസം കൊണ്ട് എടുക്കാൻ പറ്റില്ല. അത്രയും ബൾക്ക് ക്വാണ്ടിറ്റി ഒക്കെ 1 ദിവസം. അപ്പം അത് വരുന്നതും അപ്പം തന്നെ നമ്മൾ കയറ്റിയേക്ക് അന്ന് തന്നെ അവർ രാത്രി അവരായാലും അതിൻ്റെ ആ ഫ്രഷ്നെസ് പോവാതെ അപ്പോഴേക്കപ്പം രാത്രി ആളെ നിർത്തി നീരെടുത്തിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. ഓക്കെ. അത് നമ്മുടെ ഈ പ്രൊഡക്റ്റ് അവർ കൊണ്ടുപോയി അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അതിന്റെ ചാറ് അല്ലെങ്കിൽ അതിന്റെ നീരെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കാരണം അത് കെട്ടിയിട്ട് ഒരു ബൾക്ക് കെട്ടായിട്ടാണ് നമ്മളത് വരിക. അതിപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുഴുവല്ല, ഇപ്പം കേടുവരാൻ പെട്ടെന്ന്. അപ്പം ഇത് കൊണ്ടായ ഇത് എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ പരത്തിയിടണം, അല്ലെങ്കിൽ അപ്പം തന്നെ നമ്മൾ ശരിയാക്കിയിടണം. പച്ചമരുന്ന് അങ്ങനെയാണ്. അങ്ങാടി മറ്റേ കൊത്തുമരുന്ന് ഡ്രൈ വരുന്ന ഉണങ്ങിയിട്ട് വരുന്നതാണ്. അത് പിന്നെ കുഴപ്പമില്ല, എത്ര ദിവസം വരേക്കും.
6 മാസം 1 വർഷമൊക്കെ ഇരിക്കും ചില മരുന്ന്. ചില മരുന്ന് ചിലപ്പോൾ റയറായിട്ട് കിട്ടുന്ന മരുന്ന് ചിലപ്പോൾ നമ്മൾ 1 കൊല്ലം വരെ എടുത്തേക്കും. കാരണം അത് എപ്പോഴും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ചിലപ്പോൾ ചിലവ് കൂടുതൽ മരുന്ന് തുടങ്ങി. നമുക്ക് ഈ ഏറ്റവും കൂടുതൽ ചിലവ് എന്ന് പറഞ്ഞാൽ കുറുന്തോട്ടിയാണ്. അതിപ്പോൾ ഒരു വർഷത്തിൽ എങ്ങനെ പോലെ ഒരു 5000 ടണ്ണൊക്കെ നമുക്ക് പോകും. 5000 ടൺ. അപ്പോൾ അത്രയും സാധനം നമ്മൾ സ്റ്റോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഭാഗത്തും പോയി ഫണ്ട് കൊടുത്ത് ഏൽപ്പിച്ചതിൻ്റെ ശേഷമാണ് ഇത് കിട്ടുള്ളൂ. നമ്മളത് ഓരോ കൃഷി ചെയ്യുന്നവർക്ക് നമ്മൾ അതിന്റെ ഫണ്ട് അടയ്ക്കും. നമുക്കതെന്ന് വെച്ചാൽ മരുന്ന് എപ്പോഴും കിട്ടണം. പിന്നെ ഒരുവിധം എല്ലാ സ്ഥലത്തും മരുന്നിന് വില അത്യാവശ്യം നല്ല വിലയും നല്ല പഴയ മരുന്നിന് വില ഉണ്ടാകും. വില പറഞ്ഞാൽ അവർക്കൊന്നും അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. അവർ ചെറിയ പൈസ കലക്ട് നമ്മൾ ഒരു മാർക്കറ്റ് വില ഇപ്പം പറയും. അതുകൊണ്ട് നമുക്ക് എന്താ സാധനം ഷോർട്ട്. നമ്മൾക്ക് വേണ്ടാന്ന് പറയും മാത്രമാണ്. അത് വേണ്ടെന്ന് പറയില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് സ്റ്റോക്കിന്റെ ഒരു ബുദ്ധിമുട്ട് വരും. കാരണം ഈ 3 ഗോഡൗൺ ഉണ്ടെങ്കിൽ നമുക്ക് തികയാതെ വരും. അതിന്റെ മുകളിൽ വരികയാണെങ്കിൽ മാത്രമാണ് നമ്മൾ എടുക്കാതിരിക്കുന്നത്. നമ്മുടെ ഗോഡൗൺ ഫുള്ളായി കഴിഞ്ഞാൽ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യും. കാരണം ഒരു ബാച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ബാച്ചിന് എടുക്കാന്നുള്ള ഒരു രീതിക്കാണ്. ഓക്കെ. ഇപ്പം നമ്മുടെ സെന്റർ പ്രവർത്തിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്താണ്. ഇപ്പം നമ്മുടെ ഈ ഒരു മേഖല ഇപ്പം കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് മേഖലകളിൽ നിന്നൊക്കെയുള്ള നമ്മുടെ കസ്റ്റമർ അവർക്ക് നേരിട്ട് വന്ന് നമ്മുടെ സെന്ററിൽ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മളുടെ പ്രോഗ്രാം കാണുന്നത് ഇവിടുത്തെ ജനങ്ങൾ മാത്രമല്ലല്ലോ. ഇപ്പം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും, കേരളത്തിന് പുറത്തും, ഇന്ത്യക്ക് പുറത്തും ഒക്കെ ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് ഇപ്പം നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടതിന് ശേഷം നമ്മുടെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഔഷധ കൂട്ട് അല്ലെങ്കിൽ ഒരു കഷായം ഉണ്ടാക്കുന്നതിൻ്റെയുള്ള എല്ലാവിധ അതിൻ്റെ എല്ലാ മരുന്നുകളും കൂടിയൊക്കെ അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും അതിന് കൊറിയർ സംവിധാനമുണ്ട്. ഓക്കെ. ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് എത്തിക്കാനുള്ള സംവിധാനം. ഓക്കെ. അങ്ങനെ ഇപ്പം ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. എത്രയും ആൾക്കാർ വരുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ കുറച്ച് പട്ടാമ്പി അല്ലെങ്കിൽ പാലക്കാടൊക്കെ ചില ആൾക്കാർ വിളിച്ചിട്ട് വരാൻ പറ്റില്ല, അങ്ങനെ ബുദ്ധിമുട്ട് പറയുന്നത് നമ്മൾ ബസ്സിലും അയക്കുന്നത്. അപ്പൊ വീട്ടിലെ അമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ, മക്കളുണ്ടാവില്ല ദുബായിൽ, അങ്ങനെ കുറെ പേരുണ്ട്. അപ്പൊ ഞങ്ങൾ ബസ്സിൽ അയച്ചു കൊടുക്കും. അതല്ലാതെ ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ കൊണ്ടുപോകുമ്പോൾ ചെറിയ ചാർജ് ചെയ്താൽ എക്സ്പെൻസ് ഉണ്ടാവില്ല. കാരണം ഇന്നത്തെ കാലഘട്ടത്തിലുള്ള കണക്കാക്കുമ്പോൾ നമ്മൾ ആ എക്സ്പെൻസ് മാത്രം ഈടാക്കിക്കൊണ്ട്. പിന്നെ ഏത് സമയം ഇപ്പോൾ ഒരു രൂപയുടെ മരുന്നാണെങ്കിലും അത് അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ നമ്മളത് എടുത്തു കൊടുത്തിരിക്കും. രാത്രി 10 മണിക്ക് വരെ 11 മണിക്കൂർ നമ്മൾ വിളിച്ചിട്ട് ഒരു മരുന്ന് ഒന്ന് എടുത്ത് തരും. ചിലപ്പോൾ കുട്ടിയോട് കരയണമെങ്കിൽ വരുന്നുണ്ടാവും. അപ്പോൾ അത് ചിലപ്പോൾ ആ സമയത്തേക്ക് അവർക്ക് ഓർമ്മ വരും. അപ്പോൾ എടുത്ത് തരുമോ ചോദിക്കും, നമ്മൾ കൊടുത്തു തീർച്ചയായിട്ടും. കാരണം അവരുന്ന പൈസയാണല്ലോ നമ്മൾ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും അവരാണ് നമ്മളെ ദൈവം. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരെ മാക്സിമം ചിലപ്പോൾ നമ്മളിവിടെ ഇല്ലെങ്കിൽ കൂടി നമ്മളെ കടയിൽ നിന്ന് സ്റ്റാഫിനെ വിളിച്ചിട്ട് അത് എടുത്ത് കൊടുക്കുക, അവർക്ക് എടുത്ത് കൊടുക്കണം. അത് ഇപ്പോഴും തന്നെ ചില ആൾക്കാർ ചിലപ്പോൾ എന്തെങ്കിലും കാര്യം വിളിച്ചാൽ കിട്ടായേ എന്തെങ്കിലും ഉണ്ടോ ചിലപ്പോൾ നമ്മൾ കട അടച്ചതിന് ശരിക്കും മിക്കവാറും വരിക. വിളിച്ചാൽ നമ്മളിവിടെ എത്തിയതിന് ശേഷം ഇവിടെ പോയി തുറന്നു. വളരെയധികം സന്തോഷം. കാരണം ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് നമ്മുടെ ഈ ഒരു ലൈഫ് ഒരു വിജയം നേടിയെടുത്തത്. നമ്മുടെ ബിസിനസ്സിലായാലും നമ്മുടെ ഒരു ജീവിതത്തിലായാലും ഒരു വിജയം നേടിയെടുത്തത്. അത് പ്രകാരം ഒരുപാട് കുടുംബങ്ങൾക്ക് അതൊരു ജീവിതമാർഗമാവുകയും ചെയ്തു. തീർച്ചയായിട്ടും ഈ ഒരു സമയത്തിൽ താങ്കളുടെ ഇനിയുള്ള ഒരു ഫ്യൂച്ചർ പ്ലാൻ, നമ്മുടെ ഈ ഒരു സക്സസിൽ നിൽക്കുകയാണല്ലോ, ഇനി താങ്കളുടെ ഒരു ലൈഫിലെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? താങ്കളുടെ മനസ്സിലുണ്ടായ ഒരു ചിന്ത എന്ന് വെച്ചാൽ ഈ ബ്രാഞ്ച് ഒരുപാട് സ്ഥലത്ത് തുടങ്ങാം എന്നുള്ള ആഗ്രഹം. നമ്മൾ കേരളത്തിലെ എല്ലാ ഭാഗത്തും തുടങ്ങുന്ന ആഗ്രഹമുണ്ട്. ബ്രാഞ്ച് നെയിം എടുത്ത് എല്ലാ സ്ഥലത്തും തുടങ്ങുന്ന നല്ല ആഗ്രഹമുണ്ട്. അത് തുടങ്ങും വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ ലക്ഷ്യത്തിലെത്തുമെന്നുള്ളൊരു നമ്മുടെ കഠിന പ്രയത്നം അതാണ്. ഇതുവരെ എത്താന്നുണ്ടെങ്കിൽ എന്തായാലും അങ്ങോട്ട് എത്തും. ഓക്കെ. ബാക്കിലേക്ക് ഇല്ല, ചിന്തിച്ചില്ല, ഇല്ല, മുന്നോട്ട് പോകുന്നത്. വെരി ഗുഡ്. തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സും അതിൻ്റെ ഒരു യാത്രയും അതിൻ്റെ വിജയവും മരുന്നുകളുടെ ലോകത്തിൽ കൂടി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുടുംബത്തിൻ്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും താങ്കൾക്ക് പരിപൂർണമായിട്ടുണ്ടാകണം. അല്ലെങ്കിൽ ഈ ഒരു വിജയത്തിലേക്ക് എത്തില്ല. നമ്മുടെ ഓൺ ഫാമിലി വിശേഷങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി വിശേഷത്തെ കുറിച്ച് പറയാൻ എന്താക്കുകയാണുള്ളത്? മെയിനായിട്ട് അച്ഛൻ, അമ്മ. അച്ഛൻ നല്ല സപ്പോർട്ടാണ്. അച്ഛൻ്റെ എന്താ പറയുക, അച്ഛനാണ് പകുതി എന്ന് പറയും. നല്ല സപ്പോർട്ട്, എന്തിനും ഒപ്പമുണ്ട്. പിന്നെ അമ്മ അമ്മയുണ്ട്, പിന്നെ വൈഫുണ്ട്. വൈഫും സപ്പോർട്ട് തന്നെയാണ്. എൻ്റെ സ്വപ്നങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ചിന്തയിൽ കൂടി തന്നെ അവരും തീർച്ചയായിട്ടും. കാരണം ഞാൻ രാത്രി വൈകി 9 എത്താനും രാവിലെ 7:30 ഇറങ്ങണം. നമ്മൾ 8:30 കട തുറക്കണം. അപ്പോൾ 7:45 ഇറങ്ങണം. അപ്പോൾ അതൊക്കെ വീട്ടിലിരിക്കും. നമ്മൾ സ്പെൻഡിങ് കമ്മിയാണ്, എല്ലാ സംസാരങ്ങളും കമ്മിയാണ്. രാത്രി കുട്ടികൾ നമ്മൾ വരുമ്പോഴും ചിലപ്പോൾ കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ കസ്റ്റമേഴ്സ് എപ്പോഴും വരിക, അടക്കുന്ന സമയത്തായിരിക്കും വരിക. അതേപോലെ പൂജ ലിസ്റ്റ് എടുക്കുന്ന ആളാച്ച വീണ്ടും ഒരു അരമണിക്കൂർ 1 മണിക്കൂർ. പിന്നെ ബ്രാസുകൾ എല്ലാം ആയിട്ട് ഒരാൾ വ്യക്തി നോക്കിയെടുക്കുമ്പോൾ ചില സമയം പിടിക്കും.
അതെ, നമുക്ക് അവരോട് പെട്ടെന്ന് എടുത്തു പോകാൻ പറയാൻ പറ്റില്ല. കാരണം അപ്പൊ നമുക്ക് ഒരുപാട് സമയങ്ങളെ അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് നമ്മളോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. അത് വളരെ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ അവരെ ഓർക്കുന്നു നന്ദിയോടെ. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇനി താങ്കളുടെ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ ജനങ്ങളോടും, ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരിക്കുന്നവരോടും നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മുടെ സ്ഥാപനത്തിൽ നിന്നൊരു പ്രൊഡക്റ്റ് അവർക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഏത് സമയത്തും നമ്മൾ ഫോൺ എടുക്കും. ഈ ഒരു പക്ഷേ തിരക്ക് മൂലം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ തിരിച്ച് വിളിച്ചിരിക്കും. അത് വിളിച്ചാൽ എല്ലാം വരും. അത് അറേഞ്ച് ചെയ്യാനുള്ള അവിടെ ആൾക്കാരുണ്ട്, സംവിധാനങ്ങളുണ്ട്. ഒരു കാരണം വെച്ചാലും ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല, അവിടെ എത്തിയിരിക്കും. അതിപ്പോൾ എവിടുന്ന് വിളിച്ചാലും നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന തീർച്ചയായിട്ടും നമ്മുടെ ഒരുപാട് വൈദ്യ പ്രേക്ഷകരുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ സാധനങ്ങൾക്ക്, നിങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മരുന്ന് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ തീർച്ചയായിട്ടും പാലക്കാട് ഒറ്റപ്പാലം ശ്രീ ശ്രീജിത്തിനെ കോൺടാക്ട് ചെയ്യുക. ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയുള്ള, അതും നമ്മൾ ഉറപ്പ് തരുന്നു, ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. അത് 100% ഉറപ്പാണ്. വളരെയധികം നന്ദി ശ്രീ സാർ. താങ്കളുടെ ഈ ഒരു വിജയയാത്രയിൽ തീർച്ചയായിട്ടും വിരുന്ന് ടീമിൻ്റെ ഹൃദ്യമായ സപ്പോർട്ടും ഒരു പ്രാർത്ഥനയും നൽകുന്നു. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. താങ്കളുടെ ആ ഒരു വിഷൻ പോലെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കൃഷ്ണൻ ആൻഡ് സൺസ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ്, ആ ഒരു ബ്രാൻഡ് നെയിം കേരളത്തിൻ്റെ എല്ലാ കേന്ദ്രങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി താങ്കളുടെ ഒരു വിലപ്പെട്ട സമയം ലോകമെമ്പാടുമുള്ള വിരുന്നിൻ്റെ പ്രേക്ഷകരുമായി പങ്കുവച്ചതിന് നന്ദി. നമസ്കാരം.